കൊടിയ പീഡനങ്ങളാണ് സൊമാലി കടൽ കൊള്ളക്കാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നതെന്ന് രക്ഷപ്പെട്ട മലയാളികൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആദ്യമായി ഒരു മലയാള ടെലിവിഷൻ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ഇവർ. മെൻ്റലി ആൻഡ് ഫിസിക്കലി അവർ എന്തുവാ ഏത് രീതിയിലുള്ള ടോർച്ചർ ചെയ്യും. പിന്നെ ഒരു ഞങ്ങളവരെ അറ്റാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ കൊല്ലില്ല. നല്ലപോലെ ഞങ്ങൾ ഉപദ്രവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻസിനോട് നല്ല ദേഷ്യമാണ് അവർക്ക്. നല്ലപോലെ പിടിച്ച് കെട്ടിയിടും. 2-3 മണിക്കൂർ ആര് കരഞ്ഞാലോ കാല് പിടിച്ചാലോ അവർക്കൊന്നും പ്രശ്നമില്ല. കയറ് വെച്ചിട്ട് കെട്ടി എപ്പോഴും കയ്യിൽ പാടുണ്ട് കെട്ടിയിട്ടതിൻ്റെയൊക്കെ. ചിലപ്പം ചോറ് മാത്രം, പച്ചച്ചോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ചോറ് മാത്രം, ഉപ്പ് പോലും തരത്തില്ല. ഞങ്ങൾ ഉപ്പ് വെള്ളത്തിനകത്ത് വരെ ചോറ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു സൈന്യത്തെപ്പോലെ പ്രവർത്തിക്കുന്ന കൊള്ളസംഘം പിടിയിലാകുന്ന ആളുകളെ വെച്ച് വിലപേശുകയാണ്. സംഘം അത് ഭയങ്കര വളരെ വലിയ ജമാൽ പൈററ്റ്സ് ആൻഡ് ആക്ഷൻ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് തന്നെയാണ് അവർക്ക്. ഒരു ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എമൗണ്ടിൽ തുടങ്ങുക, എന്നിട്ട് ബാർഗെയിൻ ചെയ്യുക. അതുകൊണ്ടാണ് മിനിമം 7 മാസമാണ് ഒരു പൈററ്റ്സ് പിടിച്ചു കഴിഞ്ഞാൽ അവർ ആവറേജ്. കപ്പലുടമയിൽ നിന്ന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 4:30 സലാലയിൽ നിന്ന് തിരിക്കുന്ന ഇവർ ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്ത് എത്തിച്ചേരും. തങ്ങളുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഇവർ നന്ദി പറഞ്ഞു. ഒരുപാട് ആളുകളുടെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇവർ മോചിതരായിരിക്കുകയാണ്. ഇവരുടെ മോചനത്തിനായി പരിശ്രമിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അഭിമാനിക്കാം. സലാലയിൽ നിന്നും ക്യാമറമാൻമാരായ AR ലത്തീഫിക്കും അർഷദിനുമൊപ്പം KA സലാഹുദ്ദീൻ, മീഡിയ 1.